മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊച്ചി എളമക്കരയിൽ 12 വയസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കി എന്നൊരു വാർത്തയാണ് പുറത്തുവരുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എളമക്കര പോലീസ് കേസെടുക്കുകയും ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവിതരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ അമ്മയെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. എളമക്കരയിലാണ് 12 വയസ്സുകാരനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ പ്രതിയായ അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എളമക്കര പോലീസ് കേസെടുക്കുകയും ഇവരെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവിതരണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കുട്ടിയുടെ അമ്മയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കുട്ടി അമ്മയ്ക്കൊപ്പം കിടന്നതാണ് ആൺസുഹൃത്തിനെ പ്രകോപിച്ചത്. ഇതാണ് കുട്ടിയെ മർദ്ദിക്കാനുള്ള ഒരു കാരണമായി പറയുന്നത്. തലയ്ക്കും ശരീരത്തിനും സാരമായി പരിക്കേറ്റ കുട്ടിയെ പരിശോധനയ്ക്ക് എത്തിച്ച ആശുപത്രിയിലെ അധികൃതരാണ് സംഭവം പോലീസിനെ അറിയിക്കുന്നത്. 12 വയസ്സുകാരനെയാണ് എളമക്കരയിൽ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ അമ്മയ്ക്കെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം എളമക്കര പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നവംബർ 13-നാണ് ഇത്തരത്തിൽ കേസിന് ആസ്പദമായ ഒരു സംഭവം ഉണ്ടായത്. കുട്ടി അമ്മയ്ക്കൊപ്പം കിടന്നതാണ് ആൺസുഹൃത്തിനെ പ്രകോപിപ്പിച്ചത്. ഇതാണ് ഒരു മർദ്ദനത്തിലേക്ക് കലാശിച്ചത്. 12 വയസ്സുകാരനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഈ ഒരു സംഭവത്തിലാണ് അമ്മയും ആൺസുഹൃത്തും അറസ്റ്റിലായത്. ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് അമ്മയെ പൊതുവിതരണ വകുപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് എളമക്കര പോലീസ് കേസെടുത്തത്. ഇവരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് പൊതുവിതരണ വകുപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടിയുടെ അമ്മയെ സസ്പെൻഡ് ചെയ്തത്. എളമക്കരയിലാണ് 12 വയസ്സുകാരനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്.